കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ചാർലി തോമസിനെ റിമാൻഡ് ചെയ്തു. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ തളാപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവളപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രദേശത്തെ കിണറ്റിൽ ഒളിച്ചിരുന്ന പ്രതിയെ സാഹസികമായി പോലീസ് വലിച്ചു കയറ്റുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇയാൾ ജയിൽ ചാടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് ചാർലി തോമസ് ജയിൽ ചാടിയത്. സെല്ലിന്റെ അഴികൾ മുറിച്ചുമാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത്. പുലർച്ചെ 4:30ഓടെയാണ് ഇയാൾ ജയിൽ ചാടിയത്. കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി. മതിലിലെ ഫെൻസിംഗിന് മുകളിലേക്ക് എറിഞ്ഞ് പിടിച്ചു കയറുകയായിരുന്നു. തുണി ചേർത്തുകെട്ടി അതുപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ പുറത്തേക്ക് ചാടിയത്. പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചുവെന്നാണ് സൂചന. സെല്ലിനകത്ത് ചാർലി തോമസ് ഇല്ലെന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കണ്ണൂർ തളാപ്പിൽ വെച്ച് ഇയാളെ കണ്ടതായി ചിലർ പോലീസിനെ വിവരമറിയിച്ചു. സംശയം തോന്നി നാട്ടുകാർ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോൾ ഇയാൾ ഓടി. പിന്നാലെ നാട്ടുകാരും ഓടിയെങ്കിലും ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ഓടിക്കയറി. ആളൊഴിഞ്ഞ പറമ്പിൽ വീടിന് സമീപത്തുണ്ടായിരുന്ന കിണറിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഗോവിന്ദച്ചാമിയാണോ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ സ്കൂട്ടർ തിരിച്ചു. അപ്പം നോക്കുമ്പോൾ ആൾ നടക്കുന്ന സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട് ആളുടെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ സ്കൂട്ടർ വണ്ടി നിർത്തിയിട്ട് ആളോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞ് പിടിക്കാൻ നോക്കുമ്പോഴേക്കും ആൾ ഇതുവഴി ഈ റോഡിലേക്ക് കയറി എന്നിട്ട് സ്പീഡിൽ ഓടി ആ മതിലെടുത്ത് ചാടി പോകണത്. കുറേ ആളിങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി ഒരു ഓട്ടോ ഡ്രൈവർമാരാവേ. അപ്പം ഞാനിവിടെ കല്ല് ഇങ്ങനെ കയറ്റും മേലേക്ക്. അപ്പം ഞാനിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ എടുത്ത് ഞങ്ങൾക്ക് ചാടി കാണുന്ന കാട്ടിലേക്ക് ചാടി. ജയിൽ ചാടാനായി മാസങ്ങൾ നീണ്ട പ്രവർത്തനം ഇയാൾ നടത്തിയിരുന്നു. പിടികൂടുമ്പോൾ ഇയാളുടെ പക്കൽ ചില ഇരുമ്പ് വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അയാൾക്ക് ആ സംഭവത്തെ പറ്റിയിട്ട് മൊഴി നൽകാൻ വേണ്ടുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കൂടുതലായിട്ട് പോലീസ് പരിശോധിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പോലീസ് അന്വേഷിക്കും. ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം. ചാർലി തോമസിനെ കണ്ണൂർ പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ട്രെയിനിൽ നിന്ന് സൗമ്യ എന്ന പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചാർലി തോമസ്. ജനം, കണ്ണൂർ.